ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ലാതിന്നിലേ. ജനമൊക്കെയും ത്രണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ടാത്തി പുറു തന്ന പിന്നെയും. പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗത്തിൽ കടക്കണോ? നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണോ? സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗം ആരെങ്കിലും സ്വപ്നത്തിൽ ദർശിക്കുന്നുണ്ടോ? എങ്ങനെയാണ് പ്രിയമുള്ളവരെ സ്വർഗത്തിൽ കടക്കുന്നത്? എങ്ങനെയാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? മയക്കുമരുന്നിന്റെ മധുരാശിയുടെ വ്യഭിചാരത്തിന്റെ കുത്തുകലവറയായിട്ട് കുത്തുകത്തകയായിട്ട് നമ്മുടെ ഈ നാട് മാറുമ്പോ, എറണാകുളം ജില്ല മാറുമ്പോ പിന്നെ എങ്ങനെയാടാ നമ്മൾ സ്വർഗത്തിൽ കടക്കുന്നത്? സ്വർഗത്തിൽ എങ്ങനെയാ നമ്മൾ പ്രവേശിക്കുന്നത്? എങ്ങനെയാ സ്വർഗം നമ്മൾ ദർശിക്കുന്നത്? സ്വപ്നത്തിലൂടെ എങ്ങനെയാ നമ്മൾ സ്വപ്നം കാണുന്നത്? പ്രിയമുള്ളവരെ, സ്വർഗം എങ്ങനെയെന്നറിയോ? പെങ്ങളെ, സ്വർഗം എങ്ങനെയെന്നറിയോ? സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹ് വിളിക്കുകയാ. ജിബ്രീലേ, കടന്നു വാ ജിബ്രീലേ, നീ ഒന്ന് പോയി എന്റെ സ്വർഗം ഒന്ന് പോയി കണ്ടിട്ട് വാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അള്ളാന്റെ കൽപ്പന പ്രകാരം അതാ അള്ളാന്റെ സ്വർഗം കാണാൻ കടന്നു ചെല്ലുകയാണ്. സ്വർഗമെല്ലാം കണ്ടിട്ട്, സ്വർഗമെല്ലാം ദർശിച്ചിട്ട് അള്ളാന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറയുന്നു, അല്ലാ, നിന്റെ സ്വർഗം ഞാൻ കണ്ടു അല്ലാ. നിന്റെ അടിമകളെല്ലാവരും, നിന്റെ അടിയാറുകളെല്ലാവരും ആ സ്വർഗത്താണ് അല്ലാ. അല്ലാഹു രണ്ടാമത് വിടുന്നു, ജിബ്രീൽ, നരകമൊന്നു പോയി കണ്ടിട്ട് വാ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകം കാണാൻ പോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകം കാണാൻ കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ നരകമെല്ലാം കണ്ടിട്ട് പേടിച്ച് പരിഭ്രാന്തനായിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ ഓടി വന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ ഓടി വന്നിട്ട് പറയുന്നു, റബ്ബേ, നിന്റെ നരകം ഞാൻ കണ്ടു അല്ലാ. നിന്റെ നരകത്തിൽ നീ ഒരാളെയും ഇടല്ലേ അല്ലാ. നിന്റെ നരകത്തിൽ നീ ഒരാളെയും ഇടല്ലേ അല്ലാ. അല്ലാഹു അതാ വീണ്ടും കൽപ്പിക്കുന്നു, ജിബ്രീൽ, നീ എന്റെ സ്വർഗം ഒന്നുകൂടി പോയി കണ്ടിട്ട് വാ ജിബ്രീൽ. അല്ലാഹു വീണ്ടും പറഞ്ഞു വിടുകയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം കാണാൻ ഒന്നുകൂടി പോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വാക്കിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുമ്പോ എല്ലാം നേരത്തെ ദർശിച്ചതിനേക്കാളും, നേരത്തെ കണ്ടതിനേക്കാളും സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കുന്നു. അല്ലാഹു രണ്ടാമത് വിട്ടതാണല്ലോ, എങ്കിൽ ഇതിലെന്തെങ്കിലും ഉണ്ടാകും എന്ന ചിന്തയോടെ, വിഷമത്തോടെ, സങ്കടത്തോടെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, റബ്ബേ, അല്ലാ, നിന്റെ അടിമകളിൽപ്പെട്ട, നിന്റെ അടിയാറുകളിൽപ്പെട്ട ഒരാള് പോലും കടക്കില്ല അല്ലാ. ഒരാള് പോലും സ്വർഗത്തിൽ കടക്കില്ല അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റബ്ബേ,
അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഞാൻ കണ്ടു നബിയേ, നബിയേ നബിയേ സ്വർഗ്ഗം ഞാൻ കണ്ടു നബിയേ. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ സ്വർഗ്ഗത്തെ പറ്റിയൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ ജിബ്രീൽ, സ്വർഗ്ഗത്തെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരുമോ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തുടങ്ങുകയാ, നബിയേ നബിയേ സ്വർഗ്ഗം സ്വർണമാ നബിയേ, സ്വർഗ്ഗം മനോഹരമാണ് നബിയേ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലരെ ഉജിബത്തിൽ ജന്ന ബിൽ മകാരിഹി, അതിന് ചെറിയ ആഭരണങ്ങളുണ്ട് നബിയേ, അതിൽ കടക്കണമെങ്കിൽ ചില തടസ്സങ്ങളുണ്ട് നബിയേ. അല്ലാ എന്താണെന്നറിയുമോ? വെറുക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട്, മനുഷ്യൻ വെറുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാ നബിയേ. പലിശയുടെ ദുർഗന്ധമുണ്ട് നബിയേ, വ്യഭിചാരത്തിന്റെ ദുർഗന്ധമുണ്ട് നബിയേ, അശ്ലീലതയുടെ ആഭാസരത്തിന്റെ കൊടുമുടികൾ അവിടെ ഇങ്ങനെ തടസ്സമായി നിൽക്കുകയാ നബിയേ. എന്തെല്ലാം മനുഷ്യരുടെ സ്വഭാവത്തിന്റെ അശ്ലീലതയുടെ ആഭാസരങ്ങൾ, തെമ്മാടിത്തരങ്ങൾ, അഹങ്കാരത്തിന്റെ ഏതെല്ലാം മേൽ കഴിവുകളുണ്ടോ അതെല്ലാം ഇങ്ങനെ സ്വർഗ്ഗത്തിൽ കയറാൻ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുവാ നബിയേ. അല്ലാ സ്വർഗ്ഗത്തിൽ കടക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത നമസ്കാരം നമസ്കരിക്കണം, നമുക്ക് നമസ്കരിക്കാൻ ഇഷ്ടമില്ല, ഹജ്ജ് ചെയ്യാൻ ഇഷ്ടമില്ല, സക്കാത്ത് കൊടുക്കാൻ ഇഷ്ടമില്ല, മിസ്കീനിനെ സഹായിക്കാൻ ഇഷ്ടമില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യണം പ്രിയമുള്ളവരെ. അല്ലാ ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. വ്യഭിചരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പെണ്ണിന് സുഖം കിട്ടാൻ ഇഷ്ടമാണ്. പക്ഷെ ഖുർആൻ പറയുകയാ, വലാ തഖ്റബുസ്സിനാ. ഖുർആൻ പറയുന്നത് എന്തെന്നറിയുമോ? വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്, വ്യഭിചാരം ഹറാമാണെന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കാൻ പാടില്ല എന്നല്ല ഖുർആൻ പറഞ്ഞത്. വലാ തഖ്റബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്ക പോലും ചെയ്യല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ പോലും വരാൻ പാടില്ല പ്രിയമുള്ളവരെ. പക്ഷെ മനുഷ്യ അകപ്പെട്ടു പോയില്ലേ, നമ്മൾ അത് അകപ്പെട്ടു പോയില്ലേ പ്രിയമുള്ളവരെ. വിചാരങ്ങള്, മനസ്സിലുള്ളതായ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ സ്വർഗം പോട്ടെ നരകം പോട്ടെ, ഇതൊന്നും എനിക്ക് വേണ്ട, ആഖിറവും വേണ്ട, ദുനിയാവും വേണ്ട, കിട്ടും പെണ്ണും സ്വർണവും പണവും മാത്രം മതി എന്ന് പറഞ്ഞ് അല്ലാഹനെ മറന്ന് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കണേ, സ്വർഗമില്ലടാ, സ്വർഗമില്ല മോളെ. ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഉജിബത്തിൽ ജന്ന ബിൽ മകാരിഹി. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നതല്ലേ, അതിൽ പറയുന്നത് എന്തെന്നറിയുമോ? വസ്സാബിഖൂൻ, മുൻകടന്നവരുണ്ടല്ലോ, ഉലൈകൽ മുഖറബൂൻ, അവരാണ് അല്ലാഹുവിനോട് സാമീപ്യം സൃഷ്ടിച്ചവര്. ഫീ ജന്നാത്തിൻ നഈം, അവരാണ് സ്വർഗ്ഗത്തിൽ അകപ്പെട്ടു പോയവര്. വസുല്ലത്തും മിനൽ അവ്വലീൻ, പ്രധാനപ്പെട്ട രണ്ടാളുകള്. എന്റെ പ്രിയമുള്ളവരെ, പ്രധാനപ്പെട്ട രണ്ടായത്തുകള് ഖുർആൻ കേൾക്കുന്നതിനും കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സുല്ലത്തും മിനൽ അവ്വലീൻ, പ്രധാനപ്പെട്ട ആയത്താണ്, മാറിപ്പോല്ലേ പ്രിയപ്പെട്ടവരെ. വഖലീലും മിനൽ ആഖിരീൻ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മാറ്റം വരണം. സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻകാമികൾ സ്വർഗ്ഗത്ത് തന്നെയാണ്. മുൻകഴിഞ്ഞു പോയവരുണ്ടല്ലോ, സ്വഹാബാക്കളുണ്ടല്ലോ, അമ്പിയാക്കളുണ്ടല്ലോ, അവരെല്ലാം താബിഈങ്ങൾ, തബിഈങ്ങൾ, അവരെല്ലാവരും സ്വർഗ്ഗത്താണെന്ന് ശേഷം ഖുർആൻ പറയുന്നു സുല്ലത്തും മിനൽ ആഖിരീൻ, സുല്ലത്തും മിനൽ അവ്വലീൻ. കൂടുതൽ മുൻഗാമികളും സ്വർഗ്ഗത്ത് തന്നെയാണ്. വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളെ പറ്റി പറയുന്നത് എന്താ? വഖലീലും മിനൽ ആഖിരീൻ, ചുരുക്കം ചില ആളുകൾ മാത്രമാണ് സ്വർഗ്ഗത്തിലുള്ളൂ. ഖുർആൻ പറഞ്ഞു തരികയാ, പിൻഗാമികൾ കുറച്ചു മാത്രമാണ് സ്വർഗ്ഗത്തിലുള്ളൂ. പടച്ചവനെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണേ അല്ലാ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ.